നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം കൂടിയിരിക്കുന്നത്. 2020 NDAയുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി വിമർശനമുന്നയിച്ചു. 2020 പിളർന്നു, 2020യിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപോകുന്നു എന്നുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 2020യിലേക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ, പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണത്. ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ 2020യിലേക്ക് ലയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ചർച്ചയിലാണ്. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ ലിസ്റ്റിലുണ്ട്. പക്ഷെ അതിൻ്റെ ആദ്യ പടിയായിട്ട് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഖിലിനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അഖിൽ മാരാർ കേരളത്തിലെ നമുക്ക് ഒരിക്കലും ആരോടും അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാൾ ഈ പാർട്ടിയിലേക്ക് ഇന്ന് ചേരുകയാണ് എന്നുള്ള കാര്യമാണ് സന്തോഷപൂർവ്വം അറിയിക്കാനായിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020യുടെ സ്ഥാനാർത്ഥിയായിരിക്കും. അത് എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം NDAയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മാത്രമേ അനൗൺസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇനി അനിലിന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഒരുപാട് സന്തോഷം എല്ലാവരും എത്തിച്ചേർന്നില്ല, എല്ലാവരും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ കുറച്ച് സ്വതന്ത്ര ചിന്താഗതി പിന്തുടരുന്ന ആളാണ്. അപ്പം എൻ്റെ ചില ചിന്തകളും ചില അഭിപ്രായങ്ങളുമൊക്കെ ചിലപ്പം അത് BJPക്ക് അനുകൂലമായിരിക്കും, ചിലപ്പോൾ അത് UDFന് അനുകൂലമായിരിക്കും, ചില സമയങ്ങളിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. അടിസ്ഥാനപരമായിട്ട് എൻ്റെ ചിന്തയിൽ കൂടുതലും ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ മുൻപ് തന്നെ എൻ്റെ സിനിമ എടുത്ത സമയത്ത് ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമ അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ തകർച്ച, അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ തകർന്ന ഒരു ബിസിനസ്സുകാരൻ തൻ്റെ പോരാട്ടം 3 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നയിക്കുന്ന രീതിയിലൊരു സിനിമയായിരുന്നു എടുത്തിരുന്നത്. അന്ന് ആ സമയത്ത് ഞാൻ സാബു ജോക്കബുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതായത് 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020യുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് രാജ്യത്ത് പ്രതിപക്ഷ നിരക്ക് ശക്തി പകരത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് നടത്തി. എപ്പോഴും ഭരണം മാറണമെന്നുള്ള ഒരാഗ്രഹം പങ്കുവയ്ക്കുന്ന, പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് എൻ്റെ പ്രതികരണങ്ങളിൽ പലതും UDFന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. UDFന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നതും അത്തരം ഒരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഇന്നൊരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തെക്കാൾ ഉപരി നമ്മുടെ നാട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ, അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ MP പ്രേമേന്ദ്രൻ പറഞ്ഞു, റെയിൽവേയിൽ നാളിതുവരെ കാണാത്ത ഒരു വികസനമാണ് നടന്നത്. രാജ്യത്തും നാളിതുവരെ കാണാത്ത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. അതേസമയം തന്നെ നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തന്നെ മന്ത്രിയായിരുന്ന C. ദിവാകരൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് നമ്മുടെ നാട്ടിലുള്ളതെന്നും ഇവിടെ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്യുന്നതെന്നും ഏത് മേഖലയിലാണ് കേരളം അഭിമാനിക്കേണ്ടതെന്നും ഒക്കെ തന്നെ C. ദിവാകരൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് 2020യുടെയും NDAയുടെയും BJPയും തമ്മിലുള്ള ഒരു ലയനം വരുന്ന സമയത്ത് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക. അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും 80ലും 90ലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് 2030 സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035ലും 40ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് മേഖലയിലാണ് സർവൈവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള, ദീർഘവീക്ഷണമുള്ള, കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്തദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം.
ആ നേതാക്കന്മാർക്ക് പഴയകാല രാഷ്ട്രീയ ഈ പണിമുടക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറയാൻ കഴിയണം. അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 2020 എന്നതും അത് കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ 2020 ചേരുന്നു എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തുനിന്ന് വിളിച്ചു, ചേട്ടാ ഗംഭീര തീരുമാനമാണ്, ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം. ഇത് നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കമ്പലത്ത് തന്നെ അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ, ഭാവിയിലെ കേരളം എന്താകണം എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കിഴക്കമ്പലത്ത് 2020 കാണിച്ചത്. അപ്പം സാബു ജേക്കബിന്റെ വിഷനും 2020യുടെ കാഴ്ചപ്പാടും ഈ രീതിയിൽ വരുമ്പോൾ എന്നെ കണക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും ചേരാനും ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശയം നിലവിൽ കേരളത്തിലില്ല. ആ സന്തോഷമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാവുമെന്ന് എനിക്കറിയാം എന്നെ പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തലമുറ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത്. അതിൽ മറ്റൊന്നുമില്ല, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാം എന്നാ പറയാം. താങ്ക് യു. എന്ത് ചെയ്യാണ് തീരുമാനിക്കുന്നത്? ഇതില് ഈ ഞാൻ പറഞ്ഞല്ലോ, അഖിൽ മാരാർ ഇത്തവണ സ്ഥാനാർത്ഥിയായിരിക്കും. ഇതിപ്പോൾ 2020 മാത്രമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ NDAയിൽ ചർച്ച ചെയ്ത് NDA ആണ് ഏത് സ്ഥലത്ത് മത്സരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അത് NDA അനൗൺസ് ചെയ്യുക. അല്ല, അങ്ങനല്ല. ഞാൻ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ച സമയത്തൊക്കെ എന്നെ സംഖ്യയാക്കുകയാണ് ചെയ്തത്. അതായത് ശരികൾ സംസാരിക്കുന്ന സമയത്ത് സംഖ്യയാകുന്ന ഒരു കുഴപ്പയോടുണ്ട്. അതിപ്പോൾ ഒരുപക്ഷെ ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു. കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു പൊതുവിഷയം വന്നു കഴിഞ്ഞാൽ ആ പൊതുവിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ ശരി ചില ആൾക്കാർക്ക് ശരിയല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചാർത്തപ്പെടുന്ന ഒരു മുദ്രയാണ് സംഖ്യ എന്നുള്ളത്. അങ്ങനെ പലപ്പോഴായിട്ട് എനിക്ക് സംഖ്യ വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ സംഖ്യയാണെന്നുള്ള വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വിഷയത്തിന്റെ മെറിറ്റിലാണ് എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്താണ് സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പൂർണ്ണമാണോ പകുതിയാണോ? അഖിൽമാരാണെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. വ്യത്യാസമുണ്ട് അതിനകത്ത്. ഞാൻ അന്നും പങ്കുവച്ചത് ഒരു തീവ്ര രാജ്യസ്നേഹിയുടെ പ്രതികരണം തന്നെയായിരുന്നു. അത് മനസ്സിലാക്കാൻ അന്ന് കുറച്ച് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാറിന്റെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ കേട്ടത്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു മാനസിക വിഷമം. അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവന് പെട്ടെന്ന് ഇന്ത്യ പിന്മാറി എന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവച്ചത്. പക്ഷെ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ മോദിജി തന്നെ ഒരു തവണ പോലും US-ഉമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്ത് അതായിരുന്നു കാര്യം. ഇന്ത്യ ഒരു രാജ്യത്തിന്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാൻ അവിടെ പങ്കുവച്ചത്. അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം നിങ്ങൾ നോക്കൂ, എന്താണ് US-ഉമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നിലപാട്? US എന്ത് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ളൂ നിർത്തും. അവസാനം US ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ചെയ്തിട്ടില്ലല്ലോ. ആ 25% നിന്ന് 18% കുറയ്ക്കുകയല്ലേ ചെയ്തത്. റഷ്യയുടെ കോൺട്രാക്ട് കാണിച്ചു തരാമോ? അതെ. എന്നിട്ട് അവസാന വരിയായിട്ട് അഖിൽമാരാർ പറഞ്ഞത് ഇവിടെ രാജ്യത്തെ വിമർശിച്ചാൽ അല്ലെങ്കിൽ മോഡിയെ വിമർശിച്ചാൽ രാജ്യ വിമർശനമായി മാറുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് അഖിൽമാരാർ അന്ന് ആശങ്കപ്പെട്ടത്. 100%. ആ ആശങ്ക ഇപ്പോഴും ഇല്ല. ഞാൻ ആ പറഞ്ഞത് ആ കോൺടാക്ട് നിങ്ങൾ മനസ്സിലാക്കും. അതായത് ഞാൻ അന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണോ ഇന്ത്യ പിന്മാറിയത് എന്നുള്ള എൻ്റെ വൈകാരികമായിട്ടുള്ളൊരു സംശയമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ
സംഘപരിവാർ പ്രവർത്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അവർ എന്നെ വിമർശിക്കും. അപ്പം ഞാൻ അവരോട് തന്നെ ജെന്യുവൻലി പറഞ്ഞതാണ്, രാജ്യസ്നേഹവും മോദി സ്നേഹവും നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇപ്പുറത്തേക്ക് വരും. അത് ആ പോയിന്റ് കഴിഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം പിന്നീട് ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സമ്മതിച്ചു. അതായത് ഇന്ത്യ ആ യുദ്ധത്തിൽ നേടിയ മേൽക്കോയ്മ എന്താണെന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ അന്നേരം മോദിക്ക് കൈയടി കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു, റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞ് ഇന്ത്യ കേട്ടുന്നു. അങ്ങനെ ഒരു കോൺട്രാക്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. അത് കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോദിജിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ കോൺട്രാക്ട് ഇല്ല. ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് പൊളിറ്റിക്കലി വരുന്ന ആരോപണത്തിന് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? ഇത് അങ്ങനെ ഒരു കാര്യം, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, എവിടെയാണ്, ഏത് പേപ്പറാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ, വിദേശകാര്യമന്ത്രി പറഞ്ഞോ? ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന അമേരിക്കൻ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ജപ്പാനും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, ഒരു രാജ്യങ്ങൾക്കും ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യവസായിയായ എനിക്കറിയാം ആ കാര്യത്തിൽ എത്രമാത്രം ബൂസ്റ്റ്. ഇപ്പം ഈ പറയുന്ന തീരുമാനമുണ്ടായതിനു ശേഷം ടെക്സ്റ്റൈൽ മേഖലകൾ, ഞാൻ ഉൾപ്പെട്ട ടെക്സ്റ്റൈൽ മേഖലകളിൽ അതിൻ്റെ ഡിമാൻഡ് 10 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണത്. അമേരിക്കൻ ബയേഴ്സ് ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട്, ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത്. അപ്പോൾ അത് ആ ഒരു തീരുമാനം മോശമായിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കുമോ അത്? അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി വളരുന്നത് $89 ബില്യൺ നിന്ന് $500 ബില്യൺ വളർന്നൊരു എഗ്രിമെന്റ് പ്രധാനമന്ത്രി മോഡിജിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മൾ അതിനെ ചെറുതായിട്ട് കാണുകയല്ല വേണ്ടത്. നമ്മൾ ഇന്ത്യ എന്നും ഇതുപോലെ എങ്ങനെ 6ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ 4ാം സ്ഥാനത്തായി 10 വർഷം കൊണ്ട്, എങ്ങനെ ജർമ്മനിയെയും ജപ്പാനെയും അതിജീവിച്ച് 4ാം സ്ഥാനത്തേക്ക് വന്നു? ഈ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ EU എഗ്രിമെന്റും അമേരിക്കൻ എഗ്രിമെന്റും പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് ഉയരും. അതല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിനെ കുറ്റപ്പെടുത്തി അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ എടുത്തത്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്തുണ്ടായ ഒരു മാനസിക വിഷമം. അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവന് പെട്ടെന്ന് ഇന്ത്യ പിന്മാറി എന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവച്ചത്. പക്ഷേ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ മോദിജി തന്നെ ഒരു തവണ പോലും US-ഉമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്ത് അതായിരുന്നു. കാര്യം ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാൻ അവിടെ പങ്കുവച്ചത്. അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം നിങ്ങൾ നോക്കൂ, എന്താണ് US-ഉമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നിലപാട്? US എന്ത് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ളൂ എന്നെടുത്ത് അവസാനം US ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ചെയ്തിട്ടില്ലല്ലോ. ആ 25% നിന്ന് 18% കുറയ്ക്കുകയല്ലേ ചെയ്ത്. റഷ്യയുടെ കോൺട്രാക്ട് കാണിച്ചു തരാമോ? അതെ അതെ. അവസാന വരിയായിട്ട് അഖിൽ മാരാർ പറഞ്ഞത്, ഇവിടെ രാജ്യത്തെ വിമർശിച്ചാൽ അല്ലെങ്കിൽ മോഡി വിമർശിച്ചാൽ രാജ്യ വിമർശനമായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് അഖിൽ മാരാർ അന്ന് ആശങ്കപ്പെട്ടത്. 100%. ആ ആശങ്ക ഇപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കും. അതായത് ഞാൻ അന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണോ ഇന്ത്യ പിന്മാറിയത് എന്നുള്ള എൻ്റെ വൈകാരികമായിട്ടുള്ളൊരു സംശയമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പ്രവർത്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അവർ എന്നെ വിമർശിക്കും. അപ്പം ഞാൻ അവരോട് തന്നെ ജെന്യുവൻലി പറഞ്ഞതാണ്, രാജ്യസ്നേഹവും മോദി സ്നേഹവും നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇപ്പുറത്തേക്ക് വരും. അത് ആ പോയിന്റ് കഴിഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം പിന്നീട് ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സമ്മതിച്ചു. അതായത് ഇന്ത്യ ആ യുദ്ധത്തിൽ നേടിയ മേൽക്കോയ്മ എന്താണെന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ അന്നേരം മോദിക്ക് കൈയടി കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു, റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞ് ഇന്ത്യ കേട്ടുന്നു. അങ്ങനെ ഒരു കോൺട്രാക്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. അത് കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോദിജിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല. ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് പൊളിറ്റിക്കലി വരുന്ന ആരോപണത്തിന് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? ഇത് അങ്ങനെ ഒരു കാര്യം, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, എവിടെയാണ്, ഏത് പേപ്പറാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ, വിദേശകാര്യമന്ത്രി പറഞ്ഞോ? ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന അമേരിക്കൻ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്
ജപ്പാനും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു രാജ്യങ്ങൾക്കും ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യവസായിയായ എനിക്കറിയാം ആ കാര്യത്തിൽ എത്രമാത്രം ബൂസ്റ്റ് ഇപ്പൊ ഈ പറയുന്ന തീരുമാനം ഉണ്ടായതിനു ശേഷം ടെക്സ്റ്റൈൽ മേഖലകൾ, ഞാൻ ഉൾപ്പെട്ട ടെക്സ്റ്റൈൽ മേഖലകളിൽ അതിന്റെ ഡിമാൻഡ് 10 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണത്. അമേരിക്കൻ ബയേഴ്സ് ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത്. അപ്പൊ അത് ആ ഒരു തീരുമാനം മോശമായിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കുമോ അത്? അപ്പൊ ഇന്ത്യയുടെ എക്കോണമി വളരുന്നത് 89 ബില്യൺ ഡോളേഴ്സിൽ നിന്ന് 500 ബില്യൺ ഡോളറായിട്ട് വളരുന്ന ഒരു എഗ്രിമെന്റ് പ്രധാനമന്ത്രി മോഡിജിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മൾ അതിനെ ചെറുതായിട്ട് കാണുകയല്ല വേണ്ടത്. നമ്മൾ ഇന്ത്യ എന്നും ഇതുപോലെ എങ്ങനെ 6ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ 4ാം സ്ഥാനത്തായി 10 വർഷം കൊണ്ട്, എങ്ങനെ ജർമ്മനിയെയും ജപ്പാനെയും അതിജീവിച്ച് 4ാം സ്ഥാനത്തേക്ക് വന്നു. ഈ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഇപ്പൊ EU എഗ്രിമെന്റും അമേരിക്കൻ എഗ്രിമെന്റും പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് ഉയരും. അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിനെ കുറ്റപ്പെടുത്തി അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ല. ഇതിനകത്ത് ആ എഗ്രിമെന്റിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അവിടെ 0 ടാരിഫ് കിട്ടണമെങ്കിൽ അമേരിക്കയുടെ കോട്ടൺ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-26% അവരെ വില കൂടും. 18% കുറച്ച് കിട്ടി 26% വില കൂടിയ എന്തായിരിക്കും? അത് മാത്രമല്ല, ബംഗ്ലാദേശിന് ഈ കോട്ടൺ കിട്ടിയാൽ അതിനെ നൂലാക്കാനോ തുണിയാക്കാനോ അതിനെ ഫാബ്രിക് ആക്കി പ്രോസസ് ചെയ്യാനോ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഇല്ല. അവര് മേടിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഫാബ്രിക്കാണ് മേടിക്കുന്നത്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ മാതിരിയാണത്. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു വ്യത്യാസം, ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യൻ ബിസിനസിനെ ബാധിക്കുകയുമില്ല. അതൊക്കെ ആളുകൾക്ക് അതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് അറിയില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. അല്ല, മാർക്കറ്റ് തന്നെ, ഷെയർ മാർക്കറ്റ് തന്നെ ഒരു ഒറ്റ ഫോൺ കോളിൽ, അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡീല് നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒറ്റ ഫോൺ കോളിൽ 1000 പോയിന്റാണ് നിഫ്റ്റി കയറിയത്. ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കത് അറിയാം. ഇപ്പം കിറ്റെക്സ് ഒക്കെ ഞാൻ വർഷങ്ങൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. കിറ്റെക്സിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് നമുക്കറിയാം. അപ്പം ഈ 2 ലക്ഷം രൂപ ഒരു ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം 70 ലക്ഷം രൂപ എടുത്തൊരു സുഹൃത്ത് എനിക്കുണ്ട്. അപ്പോൾ അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വെറും ഒരു ഒറ്റ ഫോൺ കോളിൽ ഇത്രയധികം സാമ്പത്തിക രംഗത്തൊരു കുതിച്ചാട്ടം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഈ ട്രേഡ് ഡീൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം വലുതാണ്. പിന്നെ അത് ആ ഒരു ഡീല് വന്നു കഴിഞ്ഞാൽ ആ ഡീലിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ നമ്മൾ ഈ അവ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിൽ 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ജോയിൻ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെന്തായാലും രാജ്യത്തെ ഒരു ട്രേഡ് ഡീലൊന്നും തിരുത്താനുള്ള ശേഷിയില്ല. കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരേക്കാളും ഉച്ചത്തിൽ എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് ഇന്നും വ്യക്തിപരമായ വലിയ സ്നേഹമുള്ള 2 നേതാക്കന്മാരാണ്, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. അവര് എൻ്റെ അടുത്ത് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണമെന്ന് സംസാരിച്ചിരുന്നുണ്ടായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾ UDF-ന്റെ ഭാഗമാകണം. ഞാൻ ശക്തമായി പിണറായി വിജയനെതിരെ പലപ്പോഴായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം നേതാക്കന്മാരോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. നേതാക്കന്മാരോട് നാളെ എനിക്ക് സ്നേഹം കാണും. അപ്പം അതിപ്പോൾ ഞാൻ നേരത്തെ ഇപ്പം BJP ചില വിമർശിച്ചു നിങ്ങൾ പറയുന്ന സമയത്ത് എത്രയോ നേതാക്കന്മാരുടെ വ്യക്തിബന്ധം, സുരേഷ് ഗോപി ജയിക്കുമെന്നൊരു പക്ഷേ UDF-ന്റെ ഒപ്പം പല പരിപാടി പങ്കെടുക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്നും അത് ആവർത്തിച്ച് ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കയറണമെന്ന് പറയുമ്പം ആശയങ്ങളുടെ ചില ബാധ്യതകൾ പേറാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറ്റണമെന്നില്ല. അല്ല, അത് അല്ല, ഞാനൊരിക്കലും അങ്ങനൊന്നും ഈ അകത്ത് പോകണോ പുറത്ത് വരണോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞാൻ ഒന്നും ഈ പാർട്ടിക്കുള്ളിലില്ല. ഞാൻ അകത്ത് വരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് അവരായിരുന്നു. അതിപ്പം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അതേസമയം തന്നെ 2020 പോലത്തെ ഒരു പ്രസ്ഥാനം അവർ സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടിരിക്കും. ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഗുജറാത്തിനെ കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിന്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ് കിഴക്കമ്പലം. അത് കണക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നൂടാ? ഇത്തരം ചിന്തകൾ വന്നു. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞത്, ഈ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ വി ഡി സതീശനെ അതിശക്തമായി വിമർശിച്ച വീഡിയോ കണ്ടിട്ടില്ല.
ഞാൻ അതിശക്തമായി ഞാനൊരിക്കൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളോട് കണ്ട സമയത്ത് ഞാൻ അതിനിശിതമായി അദ്ദേഹത്തെ വിമർശിച്ച് ഞാനൊരു വീഡിയോ സംസാരിച്ചു. ആ വീഡിയോ അദ്ദേഹം കാണുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. നേതാക്കന്മാരോട് നമുക്ക് വ്യക്തിവിരോധം ഇല്ലാന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു. സ്നേഹം മാത്രം. ഇതില് ഈ മദ്യനയം, അതായത് LDF അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ LDF ഇപ്പോ മദ്യ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ മദ്യം പ്രൊമോട്ട് ചെയ്ത് ഇവിടുത്തെ യുവാക്കളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ കുടിപ്പിച്ച് കിടത്തി വോട്ട് മേടിക്കുക. ഇതിൽ രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, മദ്യം കുടിപ്പിച്ച് വരുമാനമുണ്ടാക്കുക, ഒരു തലമുറയെ ഇല്ലാതെയാക്കുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശം. അത് LDFും അതുപോലെ UDFും ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. മന്ത്രി പറയുന്നു ഇത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമായിട്ട് ഈ ഫയൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാതെ അദ്ദേഹം മുക്കി മൂളിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം എന്താണ്? ഇവര് രണ്ട് കൂട്ടരും ഈ തെരഞ്ഞെടുപ്പിനുള്ള പണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ മദ്യ നിയമം നടപ്പിലാക്കിയതോടുകൂടി ഈ രണ്ട് മുന്നണിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള കോടികള് ഈ പറയുന്ന മദ്യ കമ്പനികളിൽ നിന്ന്, മദ്യരാജാക്കന്മാരിൽ നിന്ന് മേടിച്ചതിന്റെ ഒരു പ്രത്യുപകാരമാണ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് LDF ചെയ്തതും. അതുപോലെ തന്നെ മത്സരിക്കാനായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFും കൂടി മൗന അനുവാദം കൊടുത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. ഇത് രണ്ടുപേരും കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണ് അത് നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ 2019 രാഷ്ട്രീയം നിർത്തി എന്നൊരു പോസ്റ്റ് ഇട്ട ആളാണ് അജിമാരാണ്. വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഇപ്പൊ എന്താണ് മാറിയ സാഹചര്യം? എന്താണ് 2019 നോക്കുമ്പോൾ? രാഷ്ട്രീയം നിർത്തി നല്ലിട്ടത്. രാഷ്ട്രീയം ലോകത്താർക്കും നിർത്താൻ പറ്റുമോ? ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പാർട്ടിയിലൂടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം 2019 തുടക്കത്തിൽ, ഒരുപക്ഷെ 2012 അവസാനം. ഞാൻ അവസാനിപ്പിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാടിനു വേണ്ടിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ചിലർക്കൊരു പ്രശ്നം, ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി പബ്ലിസിറ്റി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇന്ന് ആവശ്യത്തിലധികം പബ്ലിസിറ്റിയായി, എനിക്കിനി നാടിനു വേണ്ടി പ്രവർത്തിച്ചൂടെ? അങ്ങനെ ഒരു ആക്ഷേപം എൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ സതുദ്ദേശപരമായി ചെയ്യുന്ന ഒരു കാര്യത്തെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ഒരാൾ ആക്ഷേപിച്ചാൽ, ചെയ്യുന്ന കാര്യത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാതെ അതിന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസിനോ കിട്ടുന്ന പ്രാധാന്യത്തിലേക്ക് പോയിട്ട് എന്റെ പേരവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഒരാൾ ചിന്തിച്ചാൽ, എന്റെ ലക്ഷ്യം അതായിരുന്നില്ല, എന്റെ ലക്ഷ്യം അപ്പുറത്ത് മറ്റൊന്നായിരുന്നു, അത് അവർ കണ്ടില്ല. അങ്ങനെ കാണാതിരുന്ന ആളുടെ മുന്നിൽ ഒരു സിനിമ, ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വനിതാവിരുദ്ധ തിയേറ്ററിന് വേണ്ടി പോയി ഡാൻസ് കളിക്കുകയല്ല ചെയ്തത്. ഞാനൊരു പൊളിറ്റിക്കൽ സട്ടയർ സിനിമയാണ് എഴുതിയത്. അതൊരു തിരക്കഥ എഴുതി ഒരു സിനിമയാക്കി തിയേറ്ററിലെത്തിച്ച് 2019 7 വർഷം മുന്നെയാണ്. അതെ, ഞാനൊരു 50-ലധികം ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ഇരുന്നിട്ടുണ്ട്. സുഹൃത്തെ, ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ജീവിക്കാൻ പൈസ വേണം. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം വന്ന് പാർട്ടി ചേരാൻ വേണ്ടിയിട്ട് തലയ്ക്ക് വെളിവില്ലാത്തൊരുത്തനല്ല ഞാൻ. ആദ്യം എനിക്ക് എൻ്റെ 2 ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തെ സുരക്ഷിതരാക്കണം. എനിക്ക് ആ സമയത്ത് എനിക്ക് ജോജുവിന്റെ പണി എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സംവിധായകനായിട്ട് അദ്ദേഹം ഒപ്പം ചേർത്താണ് വിളിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞത്, ഒരു സിനിമയ്ക്ക് പിന്നാലെ 6 മാസം കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീടില്ല, ഒന്നുമില്ലാത്തിരുന്നൊരു അവസ്ഥയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത്. അപ്പം ആത്മഹത്യയുടെ മുന്നിൽ നിന്നൊരു ജീവിതത്തിൽ നിന്ന് ഞാൻ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു കൺവേർഷൻ ഞാൻ ഉപയോഗിക്കുന്ന സമയത്തും ദുരിതാശ്വാസ നിധി, വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് പോലും പിണറായി വിജയനെ തെമ്മാടിയെന്ന് ഒരു പദം ഉപയോഗിച്ച് സംസാരിച്ച് കാണത്തില്ല. ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ, അത് റെജി ലൂക്കോസ് ആണ് അത് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെന്ത് പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്തും ഞാൻ ഇപ്പുറത്ത് മറ്റൊരു മേഖലയിലാണ് നിൽക്കുന്നത്. അവിടെ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ നോക്കിയില്ല. ഇന്നും വയനാട്ടിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. അതാരും ചോദിക്കുന്നില്ല. 760 കോടി രൂപ പിരിച്ച് കൈവച്ചേക്കാണ്. വർഷം 2 കഴിഞ്ഞു. അപ്പൊ ഇത് ഈ ജനകീയ വിഷയങ്ങൾ, പ്രളയത്തിന് 5000 കോടി രൂപ പിരിച്ചു. എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട്. ഈ 5000 കോടി എന്ത് ചെയ്തു?
ദുരന്തമായി പ്രഖ്യാപിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരിന്റെ എന്തിനാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്? 760 കോടിയിൽ ഒരു 150 കോടി മുടക്കിയാൽ മതി. അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ, ഇതെങ്കിലും ചെയ്തുകൂടെ? അത്തരത്തിലൊരു ആവശ്യം നമുക്ക് ഇല്ലാന്നാണ് പറയുന്നത്. എന്തിനാണ് സുഹൃത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ വേറെ കേന്ദ്രത്തിന്റെ പൈസ നമ്മുടെ പൈസ തന്നെയല്ലേ? വേറെ പൈസയാണ്. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ താങ്കൾക്ക് ഞാൻ വളരെ ലളിതമായ ഒരു ഉത്തരം പറയാം. താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ് താങ്കൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുക? മറ്റൊരാളാണോ? ഞാൻ ചോദിച്ചത് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ചോദിക്കുന്നത് കേന്ദ്രത്തിൽ നമ്മൾ നികുതി കൊടുക്കുന്നില്ലേ? നമ്മൾ ഇന്ത്യൻ പൗരനല്ലേ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളും അന്യനായ ആളാണോ കേന്ദ്രം? അത് വ്യത്യാസമുണ്ട്. 900 കോടി രൂപ അവിടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം. 190 കോടി രൂപയുടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ നദിയുടെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പച്ച കള്ളത്തരമാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞാണ്. ഞാൻ നേരിട്ട് പോയി കണ്ടാണിതല്ല. ഈ 190 കോടി ഇനിയും ഇടിയാൻ സാധ്യതയുള്ള, ഇനിയും പൊളിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തുകൊണ്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ 50 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ അടയ്ക്കുമോ? ഈ പൈസ ആരാ കയ്യിലാണ് വരുന്നത്? കേന്ദ്രം കടമാണ് വരുന്നത്. ഈ പൈസ 190 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തിട്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ പണം തൽക്കാലം ആരാ കൈകാര്യം ചെയ്യുന്നത്? ഈ സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാരിലൂടെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ വഴി പാർട്ടിക്ക് വേണ്ട ഫണ്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഇവരുടെ പല കാര്യങ്ങളും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ശരിയാണ്, നമുക്ക് ഒരു പ്രശ്നം വന്നു, നമ്മുടെ കൈ പൈസയില്ല, സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാളുടെ സഹായം ചോദിക്കും. ഇപ്പം വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പൈസയില്ല, തീർച്ചയായിട്ടും കേന്ദ്രം കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കേന്ദ്രത്തോട് ചോദിക്കാം. 760 കോടി രൂപ ഞാനും കൊടുത്തു 1 ലക്ഷം. അപ്പോൾ 760 കോടി രൂപ ജനത്തിന്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്നുള്ള മറുപടിയാണോ പറയേണ്ടത്? എന്ത് നിങ്ങൾ ചെയ്തു എന്നതിനുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക. കേന്ദ്രവും അവിടെ വിമർശിക്കപ്പെടാൻ സുഹൃത്തെ, ഞാൻ പറഞ്ഞത് കേന്ദ്രം ഇവിടെ 29 സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ നോക്കിക്കണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച പണം, സർക്കാർ ഖജനാവിലെ പൈസയല്ല. ജനങ്ങളോടൊരു മുഖ്യമന്ത്രി വന്ന് ദുരന്തമുണ്ടായതിന്റെ പിറ്റേ ദിവസം പണം ആവശ്യപ്പെട്ട് പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ? വർഷം എത്രയായി? ഒരു വീട്, എന്തിനാണ് അവിടെ ടൗൺഷിപ്പ് പോലെ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വെക്കുന്നതാണോ? അപ്പൊ ഞങ്ങളുടെ സ്മാരകമായി ഒരു ദുരന്തം വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ ഒരു സ്മാരകം കിടക്കണം. ഈ പാവപ്പെട്ടവന്റെ ദൈന്യത ഭാവിയിൽ പാർട്ടിയുടെ സ്മാരകമായിട്ട് അവിടെ നിലനിർത്തണം. അല്ലാതെ അവിടുത്തെ ജനത്തിന് 50 ലക്ഷം രൂപ കൊടുത്താൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം വീടും മേടിച്ച് അവൻ സുഖമായിട്ട് ജീവിക്കും. അപ്പൊ ഈ പഞ്ചാബും ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പണം കൊടുക്കുന്നു. അപ്പൊ അവരുടെ സ്ഥിതി എന്താ? അപ്പൊ ഇതേ മാനദണ്ഡം അവർക്കും? ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഈ ഉത്തരേന്ത്യയിലേക്ക് പോകാതിരിക്കൂ. അല്ലല്ല, കേന്ദ്രം അനുവദിച്ച പണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രം അല്ല നമുക്ക് ഈ വിഷയത്തിൽ ബേസിക്കലി പ്രസക്തി ഇല്ലാത്ത വിഷയമാണ്. ഒരു നിലപാട് ഒരു നിലപാട് ഇക്കാര്യത്തിലില്ല. മറ്റൊരു നിലപാട് അപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മറ്റ് ഇതില് ചർച്ച ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? ഇന്നത്തെ ഈ ചടങ്ങ് അഖിൽ മാരാർ എന്ന വ്യക്തി ഈ 2020 പാർട്ടിയിലേക്ക് ചേരുന്നതുമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം. നമ്മൾ വയനാട് പ്രളയത്തെപ്പറ്റി അല്ലെങ്കിൽ അതിന്റെ ശരിയും തെറ്റിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾ ഈ വേദി ഉദ്ദേശിക്കുന്നില്ല. അത് വേറൊരു വേദിയിൽ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം. ഈ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഇരുന്ന് കരയുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ. ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ, അവരവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പണിയെടുക്കണം, ആദ്യം ചെയ്യേണ്ടത് അതാണത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ജനങ്ങളുടെ പൈസ കട്ടും മോഷ്ടിച്ചും പുട്ടടിച്ചിട്ട് കേന്ദ്രം കൊണ്ടുപോയി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തരുമോ? ഏതെങ്കിലും പദ്ധതികൾ നിങ്ങളിപ്പോ ഇത് ഇവിടെ ഗവൺമെന്റിന് വിട്, ഈ LDF ഗവൺമെന്റിനെ മാറ്റി നിർത്ത്. ശാസ്ത്രീയമായിട്ട് പഠിച്ച് കേരളത്തിന് വേണ്ട ശാസ്ത്രീയമായിട്ട് പഠിക്കണം. അല്ലാതെ വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് AKG സെന്ററിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്താൽ പോരാ. ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിനെ വിശകലനം ചെയ്ത് ഏത് ഡെവലപ്മെന്റ് പദ്ധതിയും നിങ്ങൾ കൊണ്ടുപോവാ, ഇവിടെ നടപ്പിലാക്കി തരാം, കേന്ദ്രം തരും. അതിന് പകരം വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് ഇവർക്ക് തട്ടിപ്പ് നടത്താനും കിട്ടിയ കാശ് വന്നിട്ട് പുട്ടടിച്ചിട്ടും വീണ്ടും കാശ് വേണം, ഞങ്ങൾക്ക് കടമെടുത്ത് ഞങ്ങൾ നടത്താൻ, ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അധ്വാനിക്കണം. ഇത്രേ കാര്യമുള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് വയനാട് ദുരന്തത്തിലേക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് CPM പറയുന്നുണ്ട്, സർക്കാർ പറയുന്നു. പക്ഷേ കേരളത്തിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് മറ്റേറ്റ മനോഭാവം കാണിക്കരുത്. അത് കോടതിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഹൈക്കോടതി പറഞ്ഞതിന് അഭിപ്രായം പറയുന്നത് ഞാനല്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ 50 ലക്ഷം രൂപ വെച്ച് ഈ പൈസ അല്ല, ഈ പൈസ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇത് എന്നേ തീർക്കാമായിരുന്നു.
അല്ല കടം എഴുതി തള്ളുന്നതിന് അവിടെ മുമ്പേ ആരുടെ കട ഇതിന്റെ ആവശ്യമില്ല. ഇത് ഇവർക്ക് ആര് ചോദിച്ചു സാറേ ഇതിനകത്ത് അല്ല നമുക്ക് അല്ല ഒരു മിനിറ്റ് ഈ വിഷയത്തില് നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ചോദിച്ചോ. ഞാനൊരു 2.5 മണിക്കൂർ എനിക്കൊന്ന് ഹാഷ്മിയായിട്ട് മുട്ടം വെട്ടിയതാണ്. ഇല്ല ഇപ്പോ അല്ലെ ഇതുമായിട്ടേ ഞാൻ അന്നും പറയുന്നുണ്ടോ, അതുകൊണ്ടല്ലേ BJP-യിലോട്ട് വന്നത്. കുഴപ്പമില്ലല്ലോ, പ്രശ്നം തീർന്നില്ലേ? ഞാൻ ഓരോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കള് എത്ര കാലമായി അല്ലല്ല ഒരു കാര്യം, അത് അഖിലല്ല, ഇത് NDAയുടെ ആൻസറാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കള് എത്ര കാലമായി ഇപ്പോഴത്തെ ജോലി തുടങ്ങിയിട്ട്? ഇതിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. അത് തന്നെയുള്ളൂ ഈ കാര്യത്തിലും. ഓരോരുത്തരും സാഹചര്യങ്ങൾ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി മാറാനോ തീരുമാനങ്ങൾ മാറാനോ ആശയങ്ങൾ മാറാനോ അവർക്ക് അധികാരമുണ്ട്. അവരെ അതാ ചെയ്തോളൂ. പറഞ്ഞു ഒരു മിനിറ്റ് രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴപ്പം ഈ രാജ്യത്ത് ഉണ്ടായോ? എനിക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എനിക്ക് പാർട്ടി മാറാൻ തടസ്സമുണ്ടോ? പാർട്ടി ഞാൻ മാറിയിട്ട് പോലുമില്ല. ഞാനൊരു സ്വതന്ത്രനിൽ നിന്ന് ഒരു സ്വതന്ത്രനിൽ നിന്ന് സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള വികസനം മുന്നോട്ട് വയ്ക്കുന്ന, പണിമുടക്കിനെ കുറിച്ചോ ഹർത്താലിനെ കുറിച്ചോ ചർച്ച ചെയ്യാത്ത, നാടിന്റെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പമാണ് ഞാൻ ചേർന്നത്. അത് എന്തുകൊണ്ടാണെന്ന് കൂടെ പറയാം. അത് എനിക്ക് മനസ്സിലായില്ലല്ലോ സുഹൃത്തെ, എന്താ ഉദ്ദേശിച്ചത്? ഞാൻ BJP-ക്കെതിരെ വിമർശിച്ച് സംസാരിച്ച വീഡിയോ കണ്ടിട്ടില്ലേ? എവിടാണ് നമ്മൾ ഒരാളെ വിമർശിക്കുന്നത്? താങ്കൾ ഇപ്പൊ ഇവിടെ അണ്ടർവെയർ ഇട്ടുകൊണ്ട് വന്നിരുന്നാൽ പറയും പോയി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വരാൻ ഞാൻ പറയും. അപ്പൊ ഇവിടെ ഞാൻ താങ്കളിട്ട വസ്ത്രത്തെയാണ് കുറ്റം പറഞ്ഞത്. താങ്കൾ അത് മാറി വന്നാൽ നന്നായി എന്ന് പറയും. അത് അഭിപ്രായ വ്യത്യാസം അല്ലത്. മറ്റേതെന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്ത പരിപാടി മോശമാണെന്ന് തോന്നിയതുകൊണ്ട് മോശമെന്ന് പറഞ്ഞു. അതേ ആ മോശം താങ്കൾ തിരുത്തുമ്പോൾ ഞാനതിനെ നല്ലതെന്ന് പറയുന്നു. കേന്ദ്രം ചെയ്ത ഒരു മോശം കാര്യത്തെ മോശമെന്നും അതേ കാര്യം ഓർത്തിരിച്ച് ചിലപ്പോൾ വയനാട്ടില് ഞാനൊരു പ്രശ്നം ഉന്നയിച്ചു, അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്താൽ ആദ്യത്തെ കൈയടി പിണറായി വിജയന് ഞാൻ കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തവണ ഞാൻ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസെടുത്തത്. ഞാൻ ഒരാളോട് പോലും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസെടുത്തു. അന്നേരം പലരും പൈസ കൊടുക്കുന്നില്ലെന്ന് പിന്നോട്ട് പോയി. അവസാനം മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് മറുപടി പറഞ്ഞു പത്രസമ്മേളനത്തിൽ, ഇത്തവണ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ തമാശ രൂപേണ പറഞ്ഞു. അതൊരു മാന്യതയാണല്ലോ ഒരു മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അല്ല, ഇപ്പൊ ഈ ദുരിതാശ്വാസത്തെ പറ്റി ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് ഈ ദുരിതാശ്വാസത്തെ പറ്റി ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാന് മുഖ്യമന്ത്രിയും ഞാനും പങ്കെടുത്ത, അതായത് പ്രളയമുണ്ടായപ്പോ അമേരിക്കയിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ചിട്ട് ഒരു സമ്മേളനം, അവിടുത്തെ എല്ലാ അസോസിയേഷനും മലയാളി അസോസിയേഷനെ വെച്ചിട്ട് അവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തിയുണ്ടായി. അന്ന് അവിടെ കൂടിയ മലയാളികൾ മൊത്തമായിട്ട് പറഞ്ഞത്, കേരളത്തിന് എന്ത് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. ഏത് പ്രോജക്റ്റ്, ഒരു പാലം പണിയണം, ഇത്ര വീടുകൾ പണിയണം, ഞങ്ങളെ ഏൽപ്പിക്കുക, ഞങ്ങൾ അത്രയും വീടുകൾ പണിത് തരാം എന്ന് പറഞ്ഞതാണത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അത് വേണ്ട, പണമായിട്ട് തന്നാ മതി. അപ്പൊ അവർ പറഞ്ഞു നടക്കില്ല. എന്തിനാ ഈ പണമായിട്ട് മേടിക്കുന്നേ? ഒരാളുടെ ലക്ഷ്യം നല്ലതാണെന്നുണ്ടെങ്കിൽ പണമായിട്ട് എന്തിനാ മേടിക്കുന്നത്? പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മൊത്തമായിട്ട് വീട് പണിയാം, റോഡുകൾ ഞങ്ങൾ പണിയാം, പാലങ്ങൾ ഞങ്ങൾ പണിയാം എന്ന് പറഞ്ഞപ്പോ ഞാനുണ്ട് ആ മീറ്റിംഗില്. അന്നേരം അദ്ദേഹം രണ്ടാമത് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, പോരാം, പണം എന്റെ അക്കൗണ്ടിട്ട് വരണം, മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിട്ട് വരണം, സാധ്യമല്ല എന്ന് പറഞ്ഞു. അവർ നടത്തിയില്ല. ഇത് തന്നെയാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വയനാടിലും എല്ലായിടത്തും ജനങ്ങള്, ഇവിടെ കേന്ദ്രത്തിന്റെയും വേണ്ട, ഒരാളുടെയും സഹായം വേണ്ട, കേരളത്തിലെ ആളുകൾ സഹായിക്കാൻ തയ്യാറാണ്. സത്യസന്ധമായിരിക്കണം, അവരുടെ നിലപാടുകൾ സത്യസന്ധമായിരിക്കണം. ഓക്കെ, എന്താ ചോദിച്ചത്? ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇതിനുള്ള മറുപടിയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് പണം വരിക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണോ? അതൊരു ഫെഡറൽ സംവിധാനത്തിൽ, ഒരു സംസ്ഥാനത്ത്, അതല്ലേ ഒരു ഫെഡറൽ രീതി? സംവിധാനം തെറ്റില്ല. ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ച് ഉത്തരം പറയാതെ സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും?
സംവിധാനങ്ങൾ തെറ്റില്ല. ആ മുഖ്യമന്ത്രി സത്യസന്ധമായിട്ട് ആ പണം വിനിയോഗിക്കണം. ആ വിശ്വാസം അമേരിക്കയിലുള്ള മലയാളികൾക്ക് ഒരു അസോസിയേഷനും ഇല്ലാത്തത് കൊണ്ടാണ് പണം തരില്ല എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം കേന്ദ്രത്തിന്റെ ദുരാശ PM കേസ് ഓടിച്ചവൾ പോലും അല്ല. ഞാൻ ഒരു മിനിറ്റ് അല്ല ഇത് ഒറ്റ വരിയിൽ ക്ലോസ് ചെയ്യാം. ഒറ്റ വരിയിൽ ക്ലോസ് ചെയ്യാം. 24 ന്യൂസിൽ ജനകീയ കോടതിയിൽ ഞാൻ ഇതിനെല്ലാം കൃത്യം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ തട്ടിപ്പാണെന്ന് പറഞ്ഞതും ലോകായുക്തയെ മാറ്റിയതും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ ഈ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യകത ഇതല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ ഞാൻ വന്ന് ഇതിന്റെ കാര്യങ്ങൾ മൊത്തവും പറഞ്ഞുതരാം. നിങ്ങൾ പിണറായി വിജയനെ കൊടുക്കണമെന്നും പിണറായി വിജയൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന കക്ഷിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇത് ചോദിക്കുന്നത്. കാര്യം പുള്ളി കൊടുക്കും. ഇതിന് ഞാൻ എത്ര മറുപടി പറഞ്ഞാലും പിണറായി വിജയൻ കൊടുക്കും. അത് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പുള്ളിയെ ഈ ഭരണത്തിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന സന്തോഷമുണ്ട്. സഹായം ചെയ്യുന്നല്ല പറഞ്ഞ സഹായം ചെയ്യും. രമേശ് ചെന്നിത്തലയുടെ കൂടെ കാണുന്ന സമയത്ത് നൈഷ പറ്റി തോപ്പിക്കുന്നതാണ് ഞാൻ എഴുതേണ്ടത്. അല്ല, ഒരു സ്ഥാനാർത്ഥി ചർച്ചയും അടിസ്ഥാനപരമായി UDF ആരുമായിട്ട് നടത്തിയിട്ടില്ല. അതല്ല ആശയപരമായ ചില തടസ്സങ്ങൾ ആക്ച്വലി എനിക്ക് കോൺഗ്രസിൽ ഉണ്ടായേക്കും. എനിക്കറിയില്ല, അപ്പുറത്തേക്കൊന്നും അറിയില്ല. ഞാൻ പല വിഷയങ്ങളിൽ ഇപ്പം ഞാൻ SDPയെ തള്ളി പറയുന്ന ആളാണ്, പോപ്പുലർ ഫ്രണ്ടിനെ തള്ളി പറയുന്ന ആളാണ്, ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്ന ആളാണ്. അല്ലല്ല വ്യക്തിപരമായിട്ട് അല്ല, അത്രയ്ക്ക് ചെറിയ ചിന്താഗതിയുള്ള ആൾക്കാരൊന്നുമല്ല രമേശ് ചെന്നിത്തലയും VD സതീശനും. നമ്മളപ്പോൾ അവരെ വിമർശിച്ചാലും പിണറായി വിജയന്റെ കൂട്ട് നമ്മളെ ആരെയും വെട്ടിക്കൊല്ലാനൊന്നും പറയത്തില്ല. അവർ സ്നേഹത്തോടെ വിളിക്കും, ഭക്ഷണം തരികയും ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞത് ആശയപരമായി ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ജമാഅത്ത് ഇസ്ലാമി നിലപാടിനെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വാട്സപ്പ് എടുത്ത് കാണിക്കാം. ഞാൻ ജനുവരി 24-ാം തീയതി പ്രതിപക്ഷ നേതാവിന് ഞാനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമിക്ക് വർഗീയതയില്ല, പഴയ വർഗീയതയില്ല എന്ന് അങ്ങ് പറയുമ്പോൾ അത് കോൺഗ്രസ് വിട്ട് BJP പോകുന്നവർക്ക് ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും പറയും RSSന് പഴയ വർഗീയതയില്ല എന്ന് പറയും, അത് കോൺഗ്രസിന് ദോഷകരമാകുമെന്ന് പറഞ്ഞ് ഞാൻ ജനുവരി 24-ാം തീയതി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആശയപരമായ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ അനുകൂലിച്ചു ഞാൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടുമില്ല. ഞാൻ വ്യക്തിപരമായ നേതാക്കന്മാരുമായ സ്നേഹം, ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അവർ വിളിച്ച പരിപാടികൾ, ഞാൻ വത്സൻ തില്ലങ്കേരി മാഷ് വിളിച്ച പരിപാടി പോയിട്ടില്ലേ, ഷംസീർ പരിപാടി പോയിട്ടില്ലേ. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ യുവമോർച്ചയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് 2017. അതിനുശേഷം ഇനി സിനിമയ്ക്ക് പിന്നാലെ പോയി. ഒരു അഭിപ്രായം ചോദിക്കാനായിരുന്നു. ഇപ്പൊ കേരള സ്റ്റോറി വലിയൊരു ചർച്ചയാവുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകളെ അങ്ങനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കേരളത്തിലുണ്ടോ? എന്താണ് സാബുൻ ജേക്കബിന്റെ ഇതില് NDAയുടെ വ്യക്താവായിട്ട് മറുപടി പറയേണ്ടത് NDAയുടെ ചെയർമാനും കൺവീനറുമാണ് പറയുന്നത്. ഇതിപ്പോൾ ഓരോ വിഷയത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ 21 ദിവസമേ ആയിട്ടുള്ളൂ ഈ NDAയിൽ ചേർന്നിട്ട്. എനിക്ക് ഔദ്യോഗികമായിട്ട് അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് അധികാരമില്ല ഇന്ന്. ഇനി അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കൂടുതൽ കാര്യത്തിട്ട് പോകുന്നില്ല. കാരണം ഇന്നത്തെ ഈ ചർച്ച ഞങ്ങൾ ഈ പറയുന്ന അഖിൽ മാരാർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരുന്നത് മാത്രം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചൊരു കാര്യമാണ്. അപ്പൊ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.